സംസ്ഥാനത്തിപ്പോൾ എന്താണ് നടക്കുന്നത്? ഇവിടെ സംവിധാനം പൂർണ്ണ പരാജയമാണ്. പണത്തിനുമേൽ പരുന്തും പറക്കാത്ത സാഹചര്യം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കേരള ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യമാണിത്. കേസിലെ മുഖ്യപ്രതി ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്ത നടപടിയിലെ നിയമപരമായ വീഴ്ചകളിൽ പോലീസിനെയും സർക്കാരിനെയും വിമർശിച്ചാണ് ഹൈക്കോടതി രംഗത്തെത്തിയത്. നിയമപരമായ വീഴ്ചകൾ മൂലം പ്രതിയെ കോടതി വിട്ടയച്ച സംഭവം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന മാനദണ്ഡങ്ങൾ ലംഘിച്ച പോലീസിന്റെ നിലപാടിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കേസ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ജഡ്ജ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും ഇത്തരം ഔപചാരികതകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രമേ റിമാൻഡ് പരിഗണിക്കാൻ പാടുള്ളൂവെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു തലശ്ശേരി പ്രിൻസിപ്പൽ കോടതി നേരത്തെ ഡോക്ടർ റാമിനെ വിട്ടയച്ചത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും കാസർഗോഡ് നിന്ന് കെ വി ബൈജുവും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി എം കെ റാമിനെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ടാണ് അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥൻ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സർവീസിൽ പോലും തുടരാൻ പാടില്ല. ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായി. ഉദ്യോഗസ്ഥനും, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതിഭാഗം അഭിഭാഷകരും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇത് എന്താണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? പ്രധാനമായും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കൃത്യമായ രേഖ അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നൽകേണ്ടതാണ്. അത് ആർട്ടിക്കിൾ, അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22(1) പ്രകാരവും BNSS സെക്ഷൻ 47 പ്രകാരവും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമായി അയാളെ മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഒരു രേഖയും റാമിന് നൽകിയിട്ടില്ല, ഡോക്ടർ റാമിന് നൽകിയിട്ടില്ല. അത് മാത്രമല്ല, പ്രോസിക്യൂഷനെയും ഈ കാര്യം വ്യക്തമായി അറിയിക്കാത്ത സാഹചര്യത്തിലാണ് തലശ്ശേരി സെഷൻസ് കോടതി റാമിനെ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് റാമിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്.